അപ്പോൾ നമ്മൾ പോളിനോമിയൽസ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ള 20 ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത് കഴിഞ്ഞു. അത് നിങ്ങൾ നോക്കി പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ഇഫ് ആൽഫ ബീറ്റ ഗാമ ആർ ദ സീറോസ് ഓഫ് ദ പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x³ പ്ലസ് 6x² മൈനസ് 4x പ്ലസ് 9, ഫൈൻഡ് ദ വാല്യൂ ഓഫ് 1 ബൈ ആൽഫ ബീറ്റ പ്ലസ് 1 ബൈ ബീറ്റ ഗാമ പ്ലസ് 1 ബൈ ഗാമ ആൽഫ. അതായത് നമുക്കറിയാം ഒരു പോളിനോമിയല് ax³ പ്ലസ് bx² പ്ലസ് cx പ്ലസ് d ഈ ഒരു ഫോമിലാണ് ഉള്ളതെങ്കിൽ നമുക്ക് ആൽഫയും ബീറ്റയും ഗാമയാണ് അതിന്റെ സീറോസ് എങ്കിൽ നമുക്ക് എന്താ എഴുതാൻ പറ്റും? ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ എന്ന് പറയുന്നത് മൈനസ് ബി ബൈ എ എന്ന് എഴുതാം. ആൽഫ ബീറ്റ പ്ലസ് ബീറ്റ ഗാമ പ്ലസ് ആൽഫ ഗാമ ഈക്വൽ ടു സി ബൈ എ. ഇനി ആൽഫ ബീറ്റ ഗാമ ഈക്വൽ ടു മൈനസ് ഡി ബൈ എ. ഇതെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇല്ല എങ്കിൽ നിങ്ങൾ ഇത് പഠിക്കുക. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ ഈ ഒരു പോളിനോമിയലിന് നമുക്ക് എന്താന്ന് എഴുതാം? മൈനസ് 6/2 അല്ലേ? ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ ഈ ഒരു പോളിനോമിയലിന് മൈനസ് 6/2, അത് എത്രയാണ്? -3 എന്ന് കിട്ടി. ഇനി ആൽഫ ബീറ്റ പ്ലസ് ബീറ്റ ഗാമ പ്ലസ് ആൽഫ ഗാമ എന്ന് പറയുന്നത് ഇതിൽ എന്താണ്? -4/2. -4/2 എന്ന് പറഞ്ഞാൽ -2. ഇനി ആൽഫ ബീറ്റ ഗാമ ഇവിടെ എന്ത് വരും? മൈനസ് ഡി ബൈ എ, അതായത് -9/2. ഇനി അപ്പോ എന്താണ്? ഇനി നമുക്ക് ഇതാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? ഇതിന്റെ LCM എന്ത് വരും? ആൽഫ ബീറ്റ ഗാമ വരും. അപ്പൊ ഇവിടെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഗാമ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ആൽഫ കൊണ്ട്. ഇവിടെയോ ബീറ്റ കൊണ്ട്. അപ്പൊ ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ ബൈ ആൽഫ ബീറ്റ ഗാമ. ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ എന്താണ്? -3 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ആൽഫ ബീറ്റ ഗാമ എന്താണ്? -9/2 ആണ്. അപ്പൊ നമുക്ക് ഇത് ക്യാൻസൽ ചെയ്തു പോവും. ഈ 2 മുകളിലേക്ക് വരും അല്ലെ? 2/3 എന്നുള്ളതാണ് ആൻസർ. അപ്പൊ എ എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If alpha and beta are the zeros of the polynomial f of x equal to x² minus 5x plus k such that alpha minus beta equal to 1, then ഇതിൽ നമ്മൾ എന്താ ചെയ്യാൻ പറ്റുക? അതായത് ഇത് ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണ് അല്ലെ? ക്വാഡ്രാറ്റിക് പോളിനോമിയലിന് ആൽഫയും ബീറ്റയാണ് രണ്ട് സീറോസ് എങ്കിൽ നമുക്ക് ഇതിന്ന് ആൽഫ പ്ലസ് ബീറ്റ എഴുതിക്കൂടെ? മൈനസ് ബി ബൈ എ ആണ്. അപ്പൊ എന്താ വരും? -5/1, അതായത് 5. ആൽഫ ബീറ്റ എന്ത് വരും? സി ബൈ എ, അതായത് k/1. കെ തന്നെ. അപ്പൊ ആൽഫ ബീറ്റ കെ ആണ്. ആൽഫ പ്ലസ് ബീറ്റ 5 ആണ്. ഇനി നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ആൽഫ മൈനസ് ബീറ്റ ഈക്വൽ ടു 1 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു 5ഉം ആൽഫ മൈനസ് ബീറ്റ ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു 5ഉം ആൽഫ മൈനസ് ബീറ്റ 1ഉം ആണ് വെച്ചെങ്കിൽ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി അല്ലെ? ഇതിനെ മൈനസ് ചെയ്ത എന്ത് വരും? 2 ബീറ്റ ഈക്വൽ ടു 5 മൈനസ് 1 4. അപ്പൊ ബീറ്റ ഈക്വൽ ടു 4/2 2 എന്ന് വരും. ഇനി ആൽഫ എന്ത് വരും? അപ്പോ ആൽഫ മൈനസ് ബീറ്റ ഈക്വൽ ടു 1 ആവുമ്പോ 1 പ്ലസ് ബീറ്റ വരും. ആൽഫ ഈക്വൽ ടു 1 പ്ലസ് ബീറ്റ, അതായത് 1 + 2. അപ്പൊ എത്ര വരും? 3 വരും. അപ്പൊ നമുക്ക് ഇനി ഇതിന്ന് ഏതാണ് ശരി എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? ഇതിൽ ഓൾ ഓഫ് ദീസ് ഉള്ളത് കൊണ്ട് നിങ്ങൾ എല്ലാ ഓപ്ഷനും നോക്കണം. ആൽഫ നോക്കൂ 3, ബീറ്റ നോക്കൂ 2. 3 × 2 6, അത് കറക്റ്റ് ആണ് അല്ലെ? പക്ഷെ ഇത് കറക്റ്റ് ആണ് എന്ന് വിചാരിച്ചിട്ട് ഇത് തന്നെയെന്ന് എഴുതി വെക്കാൻ പാടില്ല. കാരണം ഓൾ ഓഫ് ദീസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് അതും നോക്കണം. ആൽഫ സ്ക്വയർ എന്താണ്? 9 ആണ്. പ്ലസ് ബീറ്റ സ്ക്വയർ എന്താണ്? 4 ആണ്. 9 + 4 എന്താണ്? 13 ആണ്. അപ്പൊ അതും കറക്റ്റ് ആണ്. കെ എന്ന് പറയുന്നത് എന്താണ് നമുക്ക് കിട്ടിയത്? കെ ആൽഫ ബീറ്റയാണ്. ആൽഫ ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? 2 × 3 6 ആണ്.
അപ്പൊ K6 ആണ്, അതും കറക്റ്റ് ആണ്. അപ്പൊ ഏതാണ് ഓപ്ഷൻ? ഓൾ ഓഫ് ദീസ് എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If the polynomial 6x raised to 4 plus 8x cube plus 17x square plus 21x plus 7 is divided by another polynomial 3x square plus 4x plus 1, the remainder comes out to be ax plus b. Then അപ്പൊ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? അതായത് നമ്മൾ ഈ പോളിനോമിയലിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലെ, എന്നിട്ട് വരുന്ന റിമൈൻഡർ നമ്മൾ നോക്കുക. ആ റിമൈൻഡർ ഏതിനും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്? എ എക്സ് പ്ലസ് ബിക്ക് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എയും ബിയും നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? 6x⁴ പ്ലസ് 8x³ പ്ലസ് 17x² പ്ലസ് 21x പ്ലസ് 7 divided by 3x² plus 4x plus 1 അല്ലെ. 3x² 6x⁴ ആവുമ്പോൾ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2x² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 2x² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6x⁴ വരും. പിന്നെ എന്താ വരും? 8x³ വരും. പിന്നെ എന്താ വരിക? 2x² വരും പ്ലസ് 2x². അപ്പൊ ഇത് മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ രണ്ടും 0 ആയി പോവും. ഇവിടെ എന്താ വരും? 15x² പ്ലസ് 21x പ്ലസ് 7. 15x² പറഞ്ഞെങ്കിൽ 3x² 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. അപ്പൊ 5 × 3x² 15x² പ്ലസ് 5 × 4 20 20x പ്ലസ് 5 × 1 5. അപ്പോൾ ഇവിടെ എന്ത് വരും? 7 - 5 2 വരും പ്ലസ് 2. പിന്നെ എന്താണ്? 21 - 20x x വരും. എക്സ് പ്ലസ് 2 എന്നുള്ളതാണ് റിമൈൻഡർ വരിക. ആ റിമൈൻഡർ ഈക്വൽ ടു എക്സ് പ്ലസ് 2 ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എ നമുക്ക് ഇതിന്ന് എഴുതിക്കൂടെ? എ എന്താവും? 1 ആവും. ബി എന്താവും? 2 ആവും. എ ഈക്വൽ ടു 1, ബി ഈക്വൽ ടു 2. ഏതാണ് ഓപ്ഷൻ? നോക്കൂ, കറക്റ്റ് ആയിട്ടുള്ളത് എ ഈക്വൽ ടു 1 തന്നിട്ടുണ്ട്. അപ്പൊ ബി എന്നുള്ള ഓപ്ഷൻ ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If alpha, beta be the zeros of the quadratic polynomial f of x equal to x² plus px plus 45 and alpha minus beta whole square equal to 144, then p is equal to. ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അതായത് സീറോസ് ഓഫ് ദ ക്വാഡ്രാറ്റിക് ആൽഫ മൈനസ് ബീറ്റ ഹോൾ സ്ക്വയർ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ആൽഫ മൈനസ് ബീറ്റ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 144. അപ്പൊ നമുക്ക് ആൽഫ മൈനസ് ബീറ്റ എഴുതിക്കൂടെ? പ്ലസ് ഓ മൈനസ് 12 ആവും അല്ലെ. ആൽഫ മൈനസ് ബീറ്റ എന്ന് പറയുന്നത് പ്ലസ് ഓ മൈനസ് 12 ആവും. ഇനി എന്താണ് നമുക്ക് നമുക്കറിയാം ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ മൈനസ് ആൽഫ മൈനസ് ബീറ്റ ഹോൾ സ്ക്വയർ. ഇത് എന്ന് പറയുന്നത് എന്തിനു തുല്യമാണ്? 4 ആൽഫ ബീറ്റയ്ക്ക് തുല്യമല്ലേ. അപ്പൊ ആൽഫ പ്ലസ് ബീറ്റ നമുക്ക് അറിഞ്ഞുകൂടെ? ഇവിടുന്ന് എടുക്കാം, മൈനസ് പി ആണ്. അപ്പൊ മൈനസ് പി ഹോൾ സ്ക്വയർ മൈനസ് ആൽഫ മൈനസ് ബീറ്റ ഹോൾ സ്ക്വയർ 144 ഈക്വൽ ടു 4 × ആൽഫ ബീറ്റ ഇവിടെ എന്താണ്? 45 ആണ്. 4 × 45. അപ്പൊ നമുക്ക് എന്ത് വരും? പി സ്ക്വയർ ഈക്വൽ ടു 4 × 45 എത്രയാണ്? 4 × 20 2 180 മൈനസ് പ്ലസ് 144 അല്ലെ. 324 അല്ലെ. അപ്പൊ പി സ്ക്വയർ 324 ആണ് വെച്ചെങ്കിൽ പി എന്ത് വരും? സ്ക്വയർ റൂട്ട് ഓഫ് 324 എത്രയാണ്? പ്ലസ് ഓ മൈനസ് 18 ആണ് അല്ലെ. 18 × 18 ആണ് 324. അപ്പൊ ഏതാണ് ഓപ്ഷൻ? പി ഈക്വൽ ടു പ്ലസ് ഓ മൈനസ് 18. സി എന്നുള്ള ഓപ്ഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If
alpha, beta, gamma are the zeros of the polynomial f of x equal to x cube minus 5x square minus 2x plus 24 such that alpha, beta equal to 12. Then അപ്പൊ ഇതില് നമുക്ക് എന്താണ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ എഴുതാം. ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ എന്ന് പറയുന്നത് -b/a, അതായത് -5/1. അത് എത്രയാണ്? 5 എന്ന് വരും. ഇനി ആൽഫ ബീറ്റ പ്ലസ് ബീറ്റ ഗാമ പ്ലസ് ആൽഫ ഗാമ എന്ന് പറയുന്നത് എന്താവും? c/a അല്ലെ? അപ്പം -2/1, -2 തന്നെ. ആൽഫ ബീറ്റ ഗാമ എന്ന് പറയുന്നത് എന്താണ്? -d/a, അതായത് -24/1, -24. ഇനി നമുക്ക് ഇതിന്ന് എന്താ എഴുതാൻ പറ്റും? ആൽഫ ബീറ്റ 12 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ആൽഫ ബീറ്റ ഗാമ -24 ആണെച്ചെങ്കിൽ ഗാമ നമുക്ക് എഴുതിക്കൂടെ? ഗാമ ഈക്വൽ ടു ആൽഫ ബീറ്റ ഗാമ ബൈ ആൽഫ ബീറ്റ ചെയ്തൂടെ? അപ്പൊ നമുക്ക് എന്താണ്? -24 ഡിവൈഡഡ് ബൈ 12, അത് എത്രയാണ്? -2. ഗാമ ഈക്വൽ ടു -2 കിട്ടി. അപ്പൊ ഇത് കറക്റ്റ് ആണ്. പക്ഷെ ഓൾ ഓഫ് ദീസ് ഉള്ള കാരണം ബാക്കിയെല്ലാം കറക്റ്റ് ആണോ നോക്കണം നമുക്ക്. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആൽഫ പ്ലസ് ബീറ്റ കണ്ടുപിടിക്കുക. ആൽഫ പ്ലസ് ബീറ്റ എന്താണ്? ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു 5 മൈനസ് ഗാമ അല്ലെ? 5 മൈനസ് ഗാമ എന്താണ്? -2. അപ്പൊ എന്താണ്? 7. അതും ശരിയാണ്. അപ്പൊ ഇനി ആൽഫ മൈനസ് ബീറ്റ എങ്ങനെ കണ്ടുപിടിക്കുക? ആൽഫ മൈനസ് ബീറ്റ കണ്ടുപിടിക്കണമെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ മൈനസ് ആൽഫ മൈനസ് ബീറ്റ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4 ആൽഫ ബീറ്റ. ഇതിലാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൽഫ മൈനസ് ബീറ്റ കിട്ടുക. ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 49 ആയി, മൈനസ് ആൽഫ മൈനസ് ബീറ്റ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4 ഇൻറ്റു ആൽഫ ബീറ്റ, അതായത് 4 ഇൻറ്റു ആൽഫ ബീറ്റ എന്താണെന്ന് കണ്ടുപിടിച്ചത് നമ്മള്? അല്ല, ആൽഫ ബീറ്റ അവർ തന്നുണ്ട് 12 ആണെന്ന്. അപ്പൊ 48 എന്ന് കിട്ടി. അപ്പൊ 49 മൈനസ് 48 ഈക്വൽ ടു ആൽഫ മൈനസ് ബീറ്റ ഹോൾ സ്ക്വയർ. അപ്പൊ ആൽഫ മൈനസ് ബീറ്റ എന്ത് വരും? +-1 അല്ലേ? 1 ആണ് ഇവിടെ വരിക. 1ന്റെ റൂട്ട് എന്ന് പറയുന്നത് +-1. അപ്പൊ ഇതും കറക്റ്റ് ആണ്. അപ്പൊ ഏതാണ് ഓപ്ഷൻ? ഓൾ ഓഫ് ദീസ് എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The graph of y equal to p of x is given below. Find the number of zeros of p of x. എങ്ങനെയാ നമ്പർ ഓഫ് സീറോസ് കാണുക? അതായത് എക്സില് എത്ര പോയിന്റ്സ് മുട്ടുണ്ടെന്ന് നോക്കിയാൽ മതി അല്ലെ? ഇവിടെ എത്ര പോയിന്റ്സ് ആണ് ഉള്ളത്? 2 പോയിന്റ്സ് ആണ് എക്സ് ആക്സിസിൽ നമുക്ക് ഉള്ളത് അല്ലെ? എക്സ് ആക്സിസിൽ മുട്ടുന്നതായിട്ടുള്ള 2 പോയിന്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ 2 എന്നുള്ളതാണ് ഓപ്ഷൻ. അപ്പൊ ബി എന്നുള്ളതാണ് ഓപ്ഷൻ. 2 എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If x plus 1 is a factor of 2x cube plus ax square plus 2bx plus 1, then find the values of a and b given that 2a minus 3b equal to 4. അപ്പോൾ x +1 ഒരു ഫാക്ടർ ആണ് വെച്ചെങ്കിൽ നമുക്ക് റിമൈൻഡർ തിയറം പ്രകാരം -1 കൊടുക്കുമ്പോൾ നമുക്ക് 0 കിട്ടണം അല്ലേ? അപ്പോൾ 2 ഇൻറ്റു -1 ഹോൾ ക്യൂബ് പ്ലസ് a ഇൻറ്റു -1 ഹോൾ സ്ക്വയർ പ്ലസ് 2b ഇൻറ്റു -1 പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് കിട്ടണം. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വരും? -2 പ്ലസ് a -2b പ്ലസ് 1 ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് ഇവിടുന്ന് എന്താ എഴുതാം? a -2b ഈക്വൽ ടു, ഇതിനെ -2 പ്ലസ് 1 -1 വരും, അതിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 1 എന്ന് വരും. a -2b ഈക്വൽ ടു
1 എന്ന് വന്നു. ഇനി ഇവിടെ ഒരു ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട് 2a മൈനസ് 3b ഈക്വൽ ടു 4 എന്ന്. അപ്പൊ ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2a മൈനസ് 4b ഈക്വൽ ടു 2 എന്ന് കിട്ടും. അപ്പൊ ഈ രണ്ട് ഇക്വേഷന് മൈനസ് ചെയ്താൽ നമുക്ക് a ക്യാൻസൽ ചെയ്ത് പോവും. മൈനസ് 4b പ്ലസ് 3b. അപ്പൊ മൈനസ് b ഈക്വൽ ടു 2 മൈനസ് 4. അപ്പം മൈനസ് 2. b ഈക്വൽ ടു അപ്പൊ എന്ത് വരും? 2 എന്ന് വരും. b 2 ആണ് വെച്ചെങ്കിൽ a നമുക്ക് കണ്ടുപിടിക്കാം. a ഈക്വൽ ടു 1 പ്ലസ് 2b. അതായത് 1 പ്ലസ് 2 ഇൻറ്റു 2 4. 5 ആണ്. അപ്പൊ ബി 5 ആണ്. എ 5 ആണ്, ബി 2 ആണ്. ഏതാണ് ഓപ്ഷൻ നോക്കൂ? സി ആണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following graphs has more than 3 distinct real root? റിയൽ റൂട്ട് കാണാൻ ഞാൻ എങ്ങനെയാന്ന് പറഞ്ഞു. എക്സ് ആക്സിസിൽ നമ്മൾ കട്ട് ചെയ്യണ എത്ര പോയിന്റ്സ് ഉണ്ടെന്ന് നോക്കിയാൽ അത് ആണ് അതിന്റെ സീറോസ്. അപ്പൊ ഇതിൽ 2 സീറോസ് ആണ് ഉള്ളത്. ഇതിൽ എത്ര സീറോസ് ഉണ്ട്? 3 സീറോസ് ഉണ്ട്. മോർ ദാൻ 3 ഡിസ്റ്റിങ്ക്റ്റ്. അപ്പൊ 4എങ്കിലും വേണം അല്ലെ? 1 2 3 4. ഇതിലാണ് 4 എണ്ണം ഉള്ളത്. ഇതിൽ എത്ര എണ്ണാണ്? ഒരെണ്ണേ ഉള്ളൂ. ഒരെണ്ണ എക്സ് ആക്സിസിൽ കട്ട് ചെയ്യണുള്ളൂ. അപ്പൊ ഏതാണ് ഓപ്ഷൻ? സി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If 2 of the zeros of the polynomial p of x equal to 5x raised to 4 minus 5x cube minus 33x square plus 3x plus 18 are root 3 by 5 and minus root 3 by 5. Find the other two zeros. ഒരു സീറോ റൂട്ട് 3 by 5ഉം അതർ സീറോ മൈനസ് റൂട്ട് 3 by 5ഉം ആണ് വെച്ചെങ്കിൽ ഏതൊക്കെ ഫാക്ടേഴ്സ് ഉണ്ടാവുക? എക്സ് മൈനസ് റൂട്ട് 3 by 5 റൂട്ട് 3 by 5 അല്ലെ, റൂട്ടിന്റെ ഉള്ളിലാണ്, ഇൻറ്റു എക്സ് മൈനസ് റൂട്ട് 3 by 5 എക്സ് പ്ലസ് റൂട്ട് 3 by 5 അല്ലെ, അതാണ് ഫാക്ടേഴ്സ് ആവും. അപ്പൊ നമുക്ക് ഇതിനെ പ്രോഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്നുള്ള ഫോം അല്ലേ. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് 3 by 5. അപ്പൊ നമുക്ക് ഇതിനെ എന്തെഴുതാം? 5x സ്ക്വയർ മൈനസ് 3. ഇതൊരു ഫാക്ടർ ആണെന്ന് എഴുതാം അല്ലെ. 5x സ്ക്വയർ മൈനസ് 3 ഒരു ഫാക്ടർ ആണെന്ന് വെച്ചെങ്കിൽ അതർ ഫാക്ടർ എങ്ങനെയാ കണ്ടുപിടിക്കുക? ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലെ. 5x raised to 4 divided by 5x square minus 3. അപ്പൊ ഇവിടെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? എക്സ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 5x raised to 4 ആവും അല്ലെ. പിന്നെ മൈനസ് 3 എക്സ് സ്ക്വയർ എക്സ് ക്യൂബ്. അപ്പൊ 5x സ്ക്വയർ മൈനസ് 3 ആവുമ്പോ ഇവിടെ എക്സ് ക്യൂബ് ടേം വരില്ല അല്ലെ. എക്സ് ക്യൂബ് ടേം വരില്ല. ഇവിടെ എക്സ് സ്ക്വയർ ടേമേ ഉള്ളൂ, മൈനസ് 3 എക്സ് സ്ക്വയർ. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? മൈനസ് 5x ക്യൂബ് മൈനസ് 33 മൈനസ് 3 എന്ന് പറയുമ്പോൾ പ്ലസ് 3 വരും, മൈനസ് 30 എക്സ് സ്ക്വയർ. ഇനി 30 ഇവിടെ മൈനസ് 5x ക്യൂബ് ആണ്, അത് വരണ വെച്ചെങ്കിൽ മൈനസ് 1 എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പൊ മൈനസ് 5x ക്യൂബ് കിട്ടില്ലേ? നോക്കൂ, എക്സ് ക്യൂബ് പിന്നെ എന്താണ് എക്സ് ടേം എന്താണ് വരിക? പ്ലസ് 3x. ഇനി മൈനസ് ചെയ്യുമ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് പോവും. ഇത് എന്താ വരിക? മൈനസ് 31. എക്സ് സ്ക്വയർ ടേം ഇല്ല, എക്സ് ടേം ആണ് ഇത്. സോറി, ഇവിടെ പ്ലസ് 3x എന്നാണ് എഴുതേണ്ടത്. അപ്പൊ മൈനസ് 30x സ്ക്വയർ ഇവിടെ തന്നെ വരും. പിന്നെ 3x ടേം താഴേക്ക് എടുത്ത് എഴുതുമ്പോൾ മൈനസ് 3x എന്ന് വരും. താഴേക്ക് പ്ലസ് 3x ആണ് വരുന്നത്. പ്ലസ് 3x താഴേക്ക് എടുത്ത് എഴുതുക.
ഇനി -30x². ഇവിടെ സ്ഥലമില്ലാത്ത കാരണമാണ്, ഞാൻ ഒന്നും കൂടി ചെയ്യാം. 5x⁴. സ്ഥലമില്ലാത്ത കാരണം അതൊരു ബുദ്ധിമുട്ടാവേണ്ട വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? ഒരു ഫാക്ടർ കിട്ടിയത് 5x² -3 ആണ് അല്ലേ? അപ്പൊ ഇതുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഡിവൈഡ് ചെയ്യാം. എങ്ങനെയാണ്? ഡിവൈഡഡ് ബൈ 5x² -3. അപ്പോൾ ഇവിടെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? x² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അപ്പോൾ 5x⁴, പിന്നെ x³ ടേം ഇല്ല, -3x². അപ്പൊ ഇവിടെ ഈ x³ ടേം ഇവിടെ തന്നെ വരും. -5x³ -33x² -3x² എന്ന് പറയുമ്പോൾ എന്ത് വരും? -30x². ഇനി ഇതിനെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? -x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം -5x³ പിന്നെ എന്താണ് വരിക? +3x വരും. അപ്പൊ ഇവിടെ എഴുതണം +3x. അപ്പൊ നമുക്ക് എന്ത് വരും? -30x² -30x² +3x. ഇവിടെ ഒരു ടേം നമ്മൾ എഴുതിയില്ല അല്ലെ? +3x നമ്മൾ ഇവിടെ താഴേക്ക് എടുത്ത് എഴുതണം. അപ്പൊ 3x - 3x എന്ത് വരും? 0 ആയിട്ട് വരും. അപ്പൊ -30x² ഇനി 18 താഴേക്ക് ഇറക്കണം. അപ്പൊ എന്താണ്? 30x² +18 -30x² +18. അപ്പൊ അത് എങ്ങനെയാണ് വരിക? -6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. -6 × 5 -30x², പിന്നെ +18. അപ്പൊ നമുക്ക് 0 കിട്ടി. അതായത് ഇത് ഒരു ഫാക്ടർ ആയ കാരണം നമുക്ക് എന്തായാലും റിമൈൻഡർ 0 കിട്ടണം. അപ്പൊ നമുക്ക് 0 കിട്ടി. അപ്പൊ അടുത്ത ഫാക്ടർ എന്താണ്? x² - x - 6 ആണ്. ഇതിനെ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ -1 വരണം. എന്താണ്? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -6ഉം വരണം അല്ലേ? അങ്ങനെയുള്ള ഫാക്ടേഴ്സ് നമ്മൾ എങ്ങനെ എഴുതാൻ പറ്റുക? x -3 × x + 2 ചെയ്യാൻ പറ്റില്ല. നോക്കൂ, -3 × 2 -6 ആയി. -3 + 2 എന്ന് പറയുമ്പോൾ -1 ആയി. അപ്പൊ x = എന്തൊക്കെ വന്നു? 3 or -2. അപ്പൊ അതർ ഫാക്ടേഴ്സ് എന്തൊക്കെയാ വരിക? x = 3 or x = -2. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Find the value of k such that the quadratic polynomial x² - k + 6x + 2 × 2k + 1 has a sum of the zeros as double of their product. എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം? അതായത് നമുക്കറിയാം ഈ ഇങ്ങനെ ഒരു പോളിനോമിയൽ തന്നുണ്ട് വെച്ചിങ്ങ് ax² + bx + c ആണ് എങ്കിൽ ആൽഫ ബീറ്റയാണ് അതിന്റെ സീറോസ് എങ്കിൽ നമുക്കറിയാം ആൽഫ + ബീറ്റ എങ്ങനെയാണ് കാണുക? -b/a ആണ് അല്ലേ? അപ്പൊ ഇവിടെ എന്ത് വരും? ആൽഫ + ബീറ്റ എന്ത് വരും? -k + 6 എന്ന് വരും. ബൈ 1 ആണ്, a 1 ആണ്. ഇനി ആൽഫ ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? c/a ആണ്. 2 × 2k + 1. ഇനി നമുക്ക് എന്ത് പറഞ്ഞിട്ടുണ്ട്? സം ഓഫ് ദ സീറോസ് ആസ് ഡബിൾ ഓഫ് ദെയർ പ്രൊഡക്റ്റ്. അതായത് ആൽഫ + ബീറ്റ = 2 ആൽഫ ബീറ്റ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആൽഫ + ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? k + 6 ആണ്. = 2 × 2
ഇൻറ്റു 2k പ്ലസ് 1, അതായത് 4 ഇൻറ്റു 2k, അതായത് 8k പ്ലസ് 4, k പ്ലസ് 6 ഈക്വൽ ടു, അപ്പോൾ 7k ഈക്വൽ ടു 6 മൈനസ് 4, അതായത് 2. k ഈക്വൽ ടു എന്ത് വരും? 2/7. അപ്പൊ ഏതാണ് ആൻസർ? സി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If alpha and beta are the zeros of the quadratic polynomial p of x equal to x square plus x plus 2, find a polynomial whose zeros are 2 alpha minus 1 and 2 beta minus 1. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഈ ഒരു പോളിനോമിയലിൽ നിന്ന് നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ എങ്ങനെ എഴുതാം? മൈനസ് ബി ബൈ എ എന്ന് പറഞ്ഞാൽ -1 ആണെന്ന് പറയാം. ആൽഫ ബീറ്റ എന്താണ്? സി ബൈ എ 2 ആണ്. ഇനി നമുക്ക് 2 ആൽഫ മൈനസ് 1ഉം 2 ബീറ്റ മൈനസ് 1ഉം ആയിട്ടുള്ള സീറോസ് ആണ് കണ്ടത്. അപ്പൊ ഇതിന്റെ സം എന്ത് വരും? 2 ആൽഫ മൈനസ് 1 പ്ലസ് 2 ബീറ്റ മൈനസ് 1. സം ഓഫ് ദ റൂട്ട്സ് എന്താണ്? 2 ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ മൈനസ് 2 അല്ലേ? 2 ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ. ആൽഫ പ്ലസ് ബീറ്റ നമുക്കറിയാം എത്രയാണ്? -1 ആണെന്ന്. അപ്പൊ 2 ഇൻറ്റു -1 -2. അപ്പൊ എന്താണ് വരിക? -4 ആണ് വരിക അല്ലേ? ഇനി പ്രോഡക്റ്റ്, ഇത് സമ്മാണ്, സം ഓഫ് ദ റൂട്ട്സ്. ഇനി പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് എന്ത് വരും? പ്രോഡക്റ്റ് 2 ആൽഫ മൈനസ് 1 ഇൻറ്റു 2 ബീറ്റ മൈനസ് 1. അപ്പൊ നമുക്ക് എന്താ എഴുതാം? 2 ആൽഫ ഇൻറ്റു 2 ബീറ്റ മൈനസ് 2 ആൽഫ മൈനസ് 2 ബീറ്റ പ്ലസ് 1, അതായത് 4 ആൽഫ ബീറ്റ മൈനസ് 2 ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് 1. 4 ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 2 8 മൈനസ് 2 ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ -1 പ്ലസ് 1. അപ്പൊ എന്ത് വരും? 8 പ്ലസ് 2 പ്ലസ് 1 എത്രയാണ്? 11. അപ്പൊ നമുക്ക് എങ്ങനെ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എഴുതാം? എക്സ് സ്ക്വയർ മൈനസ് ഓഫ് ആൽഫ പ്ലസ് ബീറ്റ എക്സ്. ആൽഫ പ്ലസ് ബീറ്റ എന്താണ് കിട്ടിയത്? -4 ആണ് കിട്ടിയത്. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് -4x പ്ലസ് ആൽഫ ബീറ്റ ഏതാണ്? 11. അപ്പൊ ഏതാണ് പോളിനോമിയൽ? എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 11. ഏതാണ് ഓപ്ഷൻ? നോക്കൂ, എ എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If sum of the squares of the zeros of the quadratic polynomial p of x equal to x square minus 10x plus 2k is 28, find the value of k. ഇങ്ങനെ കണ്ടുപിടിക്കുക. ഈ ഒരു പോളിനോമിയൽ ആണെച്ചെങ്കിൽ നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ എഴുതിക്കൂടെ? ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു മൈനസ് ബി ബൈ എ, അതായത് 10 മൈനസ് ഓഫ് -10 വരും, 10 വരും. ആൽഫ ബീറ്റ എന്ത് വരും? 2k അല്ലെ? സി ബൈ എ എന്ന് പറയുമ്പോൾ 2k/1 2k. ഇനി എന്താ പറഞ്ഞിരിക്കണേ? സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് സീറോസ് ഓഫ് ദ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ, അതായത് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ആണ് തന്നിരിക്കണേ അല്ലെ? ബീറ്റ സ്ക്വയർ ഈക്വൽ ടു 28 ആണ്. ഈ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ എന്ന് എഴുതിക്കൂടെ? അതായത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് 2ab, അതായത് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ പ്ലസ് 2 ആൽഫ ബീറ്റ വരും. അതിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി -2 ആൽഫ ബീറ്റ എഴുതി. അപ്പൊ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ തന്നെ വരും. ഈക്വൽ ടു 28 ആണ്. ആൽഫ പ്ലസ് ബീറ്റ നമുക്കറിയാം 10 സ്ക്വയർ ആണ്. 10 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു
2 ഇൻറ്റു ആൽഫ ബീറ്റ എന്ന് പറയുന്നത് 2k ആണ്, ഈക്വൽ ടു 28 ആണ്. ഇതിന്ന് നമുക്ക് k കണ്ടുപിടിക്കാം. 4k ഈക്വൽ ടു എന്തെന്ന് വരും? 100 മൈനസ് 28. 4k ഈക്വൽ ടു 72. k ഈക്വൽ ടു എന്ത് വരും? 72 ഡിവൈഡഡ് ബൈ 4. 1 4s are 4, 32 80. സോ ഏതാണ് ആൻസർ? k ഈക്വൽ ടു 18. എ എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If two zeros of the polynomial f of x equal to x cube minus 3x square minus 12x plus 36 are 2 root 3 and minus 2 root 3, then find its third zero. എങ്ങനെയാ കണ്ടുപിടിക്കുക? അതായത് ഇതിന്ന് നമുക്ക് ആൽഫ ബീറ്റ ഗാമ എഴുതിക്കൂടെ? ആൽഫ ബീറ്റ ഗാമ എന്താണ്? മൈനസ് സി ബൈ എ ആണ്, അതായത് മൈനസ് 36 ആണ്. ആൽഫ ബീറ്റ ഗാമ എന്ന് പറയുന്നത് 36 ആണെന്ന് എഴുതാം. പിന്നെ ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ എഴുതിക്കൂടെ? ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ എന്ന് പറയുന്നത് എന്താണ്? മൈനസ് ബി ബൈ എ, അതായത് മൈനസ് 3/1, അതായത് 3. അപ്പോൾ രണ്ട് സീറോസ് തന്നിട്ടുണ്ട് അല്ലെ? അതിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 root 3 മൈനസ് 2 root 3 ആവുമ്പോൾ പ്ലസ് ഗാമ ഈക്വൽ ടു 3. അപ്പൊ ഗാമ എന്ത് വരും? 3 ആയിട്ട് വരും. അപ്പൊ 0 ബാക്കി ഫൈൻഡ് ദ തേർഡ് സീറോ എന്ന് പറഞ്ഞാൽ 3 എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The graph of a polynomial is given below. Find the algebraic expression for this curve. അതായത് ഇതിന്റെ ഒരു സീറോ -1 ആണ്, അടുത്ത സീറോ 3 ആണ്. അപ്പൊ ഇതിന്റെ സം ഓഫ് ദ റൂട്ട്സ് എന്താ വരിക? 2 ആണ് വരിക അല്ലെ? പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് എന്താ വരിക? -3 ആണ് വരിക. അപ്പൊ നമുക്ക് എങ്ങനെ പോളിനോമിയൽ എഴുതാം? എക്സ് സ്ക്വയർ മൈനസ് ഓഫ് ആൽഫ പ്ലസ് ബീറ്റ എക്സ് 2x പ്ലസ് ആൽഫ ബീറ്റ -3. എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 3. ഏതാണ് ഓപ്ഷൻ നോക്കൂ? സി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. For the polynomial p of x equal to 1/2x square minus 3x plus 2, find the difference of zeros. Difference of zeros. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് ആദ്യം നമുക്ക് പി ഓഫ് എക്സ് തന്നിട്ടുണ്ട് അല്ലെ? പി ഓഫ് എക്സ് ഈക്വൽ ടു ഇതാണെന്ന് നമ്മൾ എഴുതാം. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ആൽഫ പ്ലസ് ബീറ്റ നമുക്ക് എഴുതിക്കൂടെ? ആൽഫ പ്ലസ് ബീറ്റ എന്ത് വരും? -3/1/2, അതായത് ഈ 2 മുകളിലേക്ക് പോവും. അപ്പൊ 6 എന്ന് വരും. ആൽഫ ബീറ്റ എന്ത് വരും? സി ബൈ എ, അതായത് ആൽഫ ബീറ്റ ഈക്വൽ ടു 2/1/2, അതായത് 4 എന്ന് വരും. അപ്പൊ ആൽഫ പ്ലസ് ബീറ്റയും ആൽഫ ബീറ്റയും നമുക്കറിയാം. ഇനി എന്താണ്? ഫൈൻഡ് ദ ഡിഫറൻസ് ഓഫ് ദ സീറോസ്. ആൽഫ മൈനസ് ബീറ്റ ഹോൾ സ്ക്വയർ നമുക്കറിയോ? ആൽഫ മൈനസ് ബീറ്റ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ -4 ആൽഫ ബീറ്റ എന്ന് എഴുതിക്കൂടെ? അപ്പൊ നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ എന്താണ്? 36 ആയി. -4 ആൽഫ ബീറ്റ എന്ന് പറയുന്നത് 4 × 4 16 ആയി. അപ്പൊ നമുക്ക് എന്ത് വന്നു? 20 എന്ന് വന്നു. അപ്പൊ ആൽഫ മൈനസ് ബീറ്റ എന്ത് വന്നു? √20. √20 എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം നമുക്ക്? പ്ലസ് ഓ മൈനസ് 2√5 എന്ന് എഴുതിക്കൂടെ? അതായത് 4 × 5 ആണ്. 4ന്റെ റൂട്ട് എന്ന് പറയുന്നത് 2 ആയിട്ട് വരും. √5 അങ്ങനെ തന്നെ എഴുതാ. പ്ലസ് ഓ മൈനസ് 2√5. ഏതാണ് ഓപ്ഷൻ നോക്കൂ?
2√5. ബി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. What must be subtracted from 4x raised to 4 minus 2x cube minus 6x square plus x minus 5 so that the result is exactly divisible by 2x square plus x minus 2? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതായത് 4x raised to 4 ഈ ഒരു polynomial ആണ് അല്ലെ. What must be the subtracted from this one so that the result is exactly divisible? Okay. നമ്മൾ ax പ്ലസ് ബി ആണ് സബ്ട്രാക്ട് ചെയ്യണമെന്ന് വിചാരിച്ച അത് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ ഇതാണ് അല്ലെ, 2x സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 ആണ്. അപ്പോ നമ്മൾ എന്ത് അപ്പൊ എന്ത് ചെയ്യാ? 4x raised to 4 minus 2x cube minus 6x square plus x minus 5 മൈനസ് ax പ്ലസ് ബി ആണെന്ന് വിചാരിച്ചു ഞാൻ. ax പ്ലസ് ബി. അപ്പൊ നമുക്ക് എന്ത് വരും നോക്കൂ. 4x raised to 4 minus 2x cube minus 6x square പിന്നെ എന്താണ് എക്സിന്റെ ടേം എന്തൊക്കെ വരും? 1 പ്ലസ് 1 മൈനസ് എ എക്സ്, 1 മൈനസ് എ ഇൻറ്റു എക്സ് വരും അല്ലേ. ഞാൻ വിചാരിച്ചതാണ് എക്സ് പ്ലസ് ബി ആണ് സബ്ട്രാക്ട് ചെയ്യേണ്ട ടേം എന്ന്. അപ്പൊ ഇത് നമുക്ക് എന്ത് വരും? 1 മൈനസ് എ ഇൻറ്റു എക്സ് വരും. പിന്നെ എന്ത് വരും? മൈനസ് 5 പ്ലസ് ബി എന്ന് വരും. അപ്പൊ ഇതാണ് നമുക്ക് കിട്ടിയ ഇക്വേഷൻ കിട്ടി. ജി ഓഫ് എക്സ് ഡിവിസിബിൾ ബൈ ദിസ് വൺ ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 4x raised to 4 ഇതിനെ നമുക്ക് ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? ഈ 2x സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2. എനിക്കിവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ്, നിങ്ങൾ പേപ്പറിൽ എഴുതി ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 2x സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പോൾ 4x raised to 4 വരും. പിന്നെ എന്ത് വരും? 2x ക്യൂബ് വരും. പിന്നെ എന്താ വരിക? മൈനസ് 4x സ്ക്വയർ ആണ് വരിക. അപ്പൊ ഇവിടെ എന്ത് വരും നോക്കൂ? മൈനസ് 6 മൈനസ് മൈനസ് 4 എന്ന് പറയുമ്പോൾ മൈനസ് 2x സ്ക്വയർ വരും അല്ലെ. ഇവിടെയും 4 മൈനസ് 4x ക്യൂബ് മൈനസ് 2x സ്ക്വയർ വരില്ലേ. ഇനി അടുത്ത ടേം താഴേക്ക് ഇറക്കുക. പ്ലസ് 1 മൈനസ് എ ഇൻറ്റു എക്സ്. ഇനി അതേപോലെ തന്നെ നമ്മൾ ചെയ്ത ഇവിടെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഏതുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? മൈനസ് 2x കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ. ഞാൻ ഇതൊന്ന് മാറ്റാം, അല്ലെങ്കിൽ എഴുതണത് ബുദ്ധിമുട്ടാവും. മൈനസ് 2x കൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം മൈനസ് 2x വരുമ്പോൾ മൈനസ് 4x ക്യൂബ് വരും. മൈനസ് 4x ക്യൂബ് മൈനസ് 2x സ്ക്വയർ അല്ലേ വരിക. മൈനസ് 2x സ്ക്വയർ പ്ലസ് 4x ആണ്. ഓക്കെ. അപ്പൊ നമ്മൾ ഇത് നോക്കുമ്പോൾ എന്ത് വരും? ഇതെല്ലാം സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ബാക്കി എന്ത് കിട്ടും? 1 മൈനസ് എ മൈനസ് 4x വരും. 1 മൈനസ് എ മൈനസ് 4x. 1 മൈനസ് എ മൈനസ് 4 ഇൻറ്റു എക്സ്. പിന്നെ ഒരു ടേമും കൂടി ഉണ്ട് അല്ലെ, മൈനസ് 5 പ്ലസ് ബി.
അപ്പൊ ഇതാണ് നമുക്ക് റിമൈൻഡർ ആയിട്ട് വന്നത് അല്ലെ. റിമൈൻഡർ ഇതുകൊണ്ട് ഡിവിസിബിൾ ആണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം റിമൈൻഡർ 0 ആവണം. അപ്പൊ ഇതിനെ 0യിലേക്ക് ഇക്വേറ്റ് ചെയ്തൂടെ? അപ്പൊ നമുക്ക് എക്സ് കണ്ടുപിടിച്ചൂടെ? എക്സ് കണ്ടുപിടിക്കണമെന്നില്ല, എയും ബിയും ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ ഇവിടുന്ന് ഇക്വേറ്റ് ചെയ്യുമ്പോ നമുക്ക് എന്ത് വരും നോക്കൂ. -3 - a -3 - a equal to 0. ഈ മൈനസിനെ ഞാൻ പുറത്തേക്ക് എടുത്താൽ എന്ത് വരും? -a+3 എന്ന് വരും. ഈക്വൽ ടു 0 എന്ന് വന്നില്ലേ? അപ്പൊ a ഈക്വൽ ടു എന്ത് വരും? -3 എന്ന് വന്നില്ലേ? ഇനി b 5 b ഈക്വൽ ടു 0 ആണെങ്കിൽ, അതായത് ഈ മൈനസ് ഓഫ് 5 b അല്ലെ. അപ്പൊ 5 b 0 ആവണമെങ്കിൽ ഈ മൈനസ് ഇവിടുന്ന് ഞാൻ പുറത്തേക്ക് എടുത്താലോ? അപ്പൊ എന്ത് വരും? അതായത് മൈനസ് ഞാൻ ഇവിടുന്ന് പുറത്തേക്ക് എടുത്തില്ലേ, -a+3 ആക്കിയില്ലേ, അതേപോലെ -5 b ഈക്വൽ ടു 0 ആക്കിയ b ഈക്വൽ ടു എന്ത് വരും? -5 ആവും അല്ലെ. b ഈക്വൽ ടു -5 ആവും. അപ്പൊ ax+b ആണ് നമ്മൾ എടുത്തിക്കണേ. അപ്പൊ എയില് -3 കൊടുത്താൽ -3x പ്ലസ് -5. അപ്പം -3x - 5. റിക്വയർഡ് എക്സ്പ്രഷൻ എന്താണ്? -3x - 5. അതായത് നമ്മൾ ഇത് ചെയ്യാൻ നമുക്കറിയണം, എങ്കിലേ ബാക്കിയുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് റിമൈൻഡർ ഏതാന്ന് നോക്കിയിട്ട് ആ റിമൈൻഡറിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എയും ബിയും കിട്ടും. അപ്പൊ ax+b ആണെന്ന് നമ്മൾ വിചാരിച്ചത് സബ്ട്രാക്ട് ചെയ്യണ സാധനം അല്ലെ, സബ്ട്രാക്ട് ചെയ്യണത്. അപ്പൊ നമുക്ക് ax+b ഏതായിരിക്കണം എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If two zeros of the polynomial x⁴ plus x³ minus 9x square minus 3x plus 18 are √3 and -√3, then the other zeros are. അതായത് രണ്ട് സീറോസ് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ √3 -√3 ആണ് വെച്ചെങ്കിൽ x -√3 x +√3 ആണ് രണ്ട്. അല്ലെങ്കിൽ നമുക്ക് പോളിനോമിയൽ എഴുതാം. എങ്ങനെ? രണ്ട് സീറോസ് ഉള്ള പോളിനോമിയൽ എങ്ങനെ എഴുതുക? x² മൈനസ് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് വരും? 0 വരും അല്ലെ. 0x മൈനസ് √3 × √3 മൈനസ് √3 × √3 3 വരും. അപ്പൊ x² - 3. അപ്പൊ x² - 3 ഒരു ഫാക്ടർ ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇനി നമുക്ക് എന്താ എഴുതാം? ഡിവൈഡ് ചെയ്യാം. ഈ പോളിനോമിയലിനെ x² - 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്താ വരിക? x². അപ്പൊ ഏത് വരും? x⁴ - 3x². അപ്പം x³ - 6x². പിന്നെ -3x എഴുതാം. അപ്പൊ എന്ത് വരും? x²നെ x കൊണ്ട് x² + x, അപ്പൊ x³ - 3x. അപ്പൊ ഇവിടെ -6x², 0 വരും അല്ലെ. -6x² പ്ലസ് 18 താഴേക്ക് വന്നു. അപ്പൊ 18. ഇനി എന്താണ്? +6 കൊണ്ട്
-6 ആണ് വേണ്ടത്. -6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -6x² പ്ലസ് 18 വന്നില്ലേ? അപ്പൊ 0 ആയില്ലേ? അപ്പൊ അതർ ഫാക്ടർ എന്താ വരിക? x² പ്ലസ് x മൈനസ് 6. x² പ്ലസ് x മൈനസ് 6. ഇതിനെ ഫാക്ടറൈസ് ചെയ്യാ എങ്ങനെയാ? ഇതിനെ നമുക്ക് x², അതായത് ആഡ് ചെയ്യുമ്പോൾ +1 വരണം, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -6 വരണം. അപ്പൊ എന്താ വരും? x പ്ലസ് 3 ഇൻറ്റു x മൈനസ് 2. അപ്പൊ x ഈക്വൽ ടു -3, x ഈക്വൽ ടു -3, x ഈക്വൽ ടു 2. അപ്പൊ -3, 2 ആർ ദ ഫാക്ടേഴ്സ്. ഏതാണ് ഓപ്ഷൻ? നോക്കൂ, എ എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If alpha and beta are the zeros of the quadratic polynomial f of x equal to kx² plus 4x plus 4, such that alpha square plus beta square equal to 24, then ഇതിന്ന് നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ എഴുതാൻ പറ്റുമോ? ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു -b/a -4/k. ആൽഫ ബീറ്റ എന്താവും? c/a, അതായത് 4/k. ഇനി എന്ത് തന്നിട്ടുണ്ട്? ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ തന്നിട്ടുണ്ട്. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഈക്വൽ ടു, നമുക്കറിയാം ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ -2 ആൽഫ ബീറ്റ ആണെന്ന്. അപ്പൊ ഇത് നമുക്ക് തന്നിട്ടുണ്ട്. ഏതാണ്? 24 ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ നമുക്കറിയാം എന്താണ്? -4/k ആണ്. അപ്പൊ 16/k² -2 ഇൻറ്റു ആൽഫ ബീറ്റ എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 4/k, അതായത് 8/k. അപ്പൊ നമുക്ക് ഇനി ഇക്വേഷൻ എഴുതാം. എങ്ങനെയാണ്? 24k² ഈക്വൽ ടു -8k പ്ലസ് 60. അപ്പോൾ ഇക്വേഷൻ എന്താണ്? 24k² പ്ലസ് 8k മൈനസ് 16 ഈക്വൽ ടു 0. എയ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? 3k² പ്ലസ് k മൈനസ് 2 ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എങ്ങനെയാ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുക? നോക്കൂ. 3k മൈനസ് 2 ഇൻറ്റു k പ്ലസ് 1 ആക്കാൻ പറ്റും അല്ലേ? നോക്കൂ. അപ്പൊ ഇതിനെ ഈക്വൽ ടു 0 കൊണ്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 3k ഈക്വൽ ടു 2, k ഈക്വൽ ടു 2/3, അല്ലെങ്കിൽ k ഈക്വൽ ടു എന്ത് വരും? -1. k ഈക്വൽ ടു -1, k ഈക്വൽ ടു 2/3. ബോത്ത് ബി ആൻഡ് സി. ഏതാണ് ഓപ്ഷൻ? ഡി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If alpha and beta are the zeros of the quadratic polynomial p of x equal to 4x² minus 5x minus 1, then ഏതാണ് ആൻസർ എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അറിയാം ഈ ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ടെങ്കിൽ, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ തന്നിട്ടുണ്ടെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ എഴുതിക്കൂടെ? -b/a, അതായത് -5/4 ആണ്. ഇനി ആൽഫ ബീറ്റ എന്താണ്? c/a, അതായത് -1/4. ഇനി നമുക്ക് ഓരോന്നും നോക്കാം. ആൽഫ സ്ക്വയർ ബീറ്റ പ്ലസ് ആൽഫ ബീറ്റ സ്ക്വയർ എങ്ങനെ വരും? ആൽഫ ബീറ്റ പുറത്തേക്ക് എടുക്കുമ്പോൾ ആൽഫ ബീറ്റ ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ, അതായത് -1/4 ഇൻറ്റു 5/4, അത് എത്രയാണ് വരിക? -5/16. അപ്പൊ ഇത് കറക്റ്റ് ആണ്. നെക്സ്റ്റ് നോക്കൂ. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഈക്വൽ ടു
എങ്ങനെ എഴുതാം? ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ എന്ന് എഴുതിക്കൂടെ? അപ്പൊ നമുക്ക് എന്താ വരും? 25/16 മൈനസ് 2 ഇൻറ്റു മൈനസ് 1/4 എന്ന് പറയുമ്പോൾ പ്ലസ് 2/4. അപ്പൊ നമുക്ക് എന്ത് വരും നോക്കൂ? 25/16 അപ്പൊ 8 വരും ഇവിടെ. 25 പ്ലസ് 8 33/16. ഇത് ഓപ്ഷൻ കറക്റ്റ് ആണ്. നെക്സ്റ്റ് നോക്കൂ, 1 ആൽഫ പ്ലസ് 1 ബീറ്റ, അതായത് ഇതിന്റെ LCM ആൽഫ ബീറ്റ വന്നാ എന്ത് വരും? ബീറ്റ പ്ലസ് ആൽഫ വരും. ബീറ്റ പ്ലസ് ആൽഫ എന്താണ്? നമുക്കറിയാം ആൽഫ പ്ലസ് ബീറ്റ, ബീറ്റ പ്ലസ് ആൽഫ എന്ന് പറയുന്നത് എന്താണ്? 5/4 ആണ്. ബൈ ആൽഫ ബീറ്റ എന്ന് പറയുന്നത് മൈനസ് 1/4 ആണ്. അപ്പൊ നമുക്ക് എന്ത് വരും? -5 എന്ന ആൻസർ വരും. ഇതും കറക്റ്റ് ആണ്. അപ്പോൾ ഓൾ ഓഫ് ദീസ് എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The polynomial f of x equal to ax cube plus bx minus c is divisible by the polynomial g of x equal to x square minus x square plus bx plus c not equal to 0 if. ഇതെങ്ങനെയാ ചെയ്യുക? അതായത് ax ക്യൂബ് പ്ലസ് ബി എക്സ് മൈനസ് സിനെ എക്സാക്ട്ലി ഡിവിസിബിൾ ആണ് അല്ലെ? അപ്പൊ റിമൈൻഡർ 0 ആവണം. അപ്പൊ നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്തു നോക്കാം. ഏതുകൊണ്ട്? ഈ ജി ഓഫ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തു നോക്കാം. അപ്പൊ നമുക്ക് എന്താ വരിക? ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. അപ്പൊ എ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ? അപ്പോഴാണ് എ എക്സ് ക്യൂബ് പ്ലസ് എ ബി എക്സ് സ്ക്വയർ, എക്സ് സ്ക്വയർ ടേം ഇവിടെ ഇല്ല. അപ്പൊ നമുക്ക് 0 മൈനസ് ചെയ്യണം. പിന്നെ എ സി എക്സ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വരും? മൈനസ് എ ബി എക്സ് സ്ക്വയർ മൈനസ് എ ബി എക്സ് സ്ക്വയർ. പിന്നെ ബി എക്സ് എ സി മൈനസ് ചെയ്യുമ്പോൾ എന്ത് വരും? പ്ലസ് ബി മൈനസ് എ സി ഇൻറ്റു എക്സ് അല്ലേ? മൈനസ് എ സി ഇൻറ്റു എക്സ്. പിന്നെ നമുക്ക് താഴേക്ക് ഇറക്കിയിടാൻ ഒരു മൈനസ് സി ഉണ്ട്. അപ്പൊ ഇനി ഒന്നും കൂടി ചെയ്യാം. ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും? മൈനസ് എ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്താണ്? മൈനസ് എ ബി എക്സ് സ്ക്വയർ ക്യാൻസൽ ചെയ്ത് പോവും. ഇനി ബാക്കി എന്താണ്? മൈനസ് എ ബി ഇൻറ്റു ബി എക്സ്, അതായത് എ ഇൻറ്റു ബി സ്ക്വയർ എക്സ്. പിന്നെ മൈനസ് എ ബി സി. അപ്പൊ നമുക്ക് മൈനസ് ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടെ മൈനസ് അല്ല വരിക, നോക്കൂ, മൈനസ് ആണ് വരിക. അപ്പൊ ഇവിടെ മൈനസ് ഓഫ് മൈനസ് പ്ലസ് വരും അല്ലെ? അപ്പൊ നമുക്ക് എന്താ എഴുതാം? എ ബി സ്ക്വയർ പ്ലസ് ബി മൈനസ് എ സി ഇൻറ്റു എക്സ്, പിന്നെ പ്ലസ് എ ബി സി മൈനസ് സി. അപ്പൊ ഇതാണ് റിമൈൻഡർ വന്നത്. പക്ഷെ റിമൈൻഡർ 0 ഇക്വേറ്റ് ചെയ്യാം. കാരണം എന്താണ്? ഡിവിസിബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈക്വൽ ടു 0 എന്ന് നമുക്ക് കൊടുക്കാം റിമൈൻഡർ തിയറം പ്രകാരം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ടും 0 ഇക്വേറ്റ് ചെയ്യാം. അതായത് എ ബി സ്ക്വയർ പ്ലസ് ബി മൈനസ് എ സി ഈക്വൽ ടു 0, അല്ലെങ്കിൽ എ ബി സി മൈനസ് സി ഈക്വൽ ടു 0 അല്ലെ? അപ്പൊ നമുക്ക് ഇവിടുന്ന് എന്ത് എഴുതാം? എ ബി സി ഈക്വൽ ടു സി എന്ന് എഴുതിക്കൂടെ? അപ്പൊ എ ബി ഈക്വൽ ടു എന്ത് വരും? 1 എന്ന് വരും. എ ബി ഈക്വൽ ടു 1 ആണ് വെച്ചെങ്കിൽ ഇതിനെ എങ്ങനെ എഴുതാൻ നോക്കൂ? എ ബി സ്ക്വയർ പ്ലസ് ബി മൈനസ് എ സി. ഇതിനെ എങ്ങനെ എഴുതാം?
ബി ഇൻറ്റു എ ബി പ്ലസ് 1 എന്ന് എഴുതിക്കൂടെ? മൈനസ് എ സി എന്ന് എഴുതിക്കൂടെ? എ ബി പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ബി ഇൻറ്റു 1 പ്ലസ് 1 2 മൈനസ് എ സി. അപ്പോൾ 2b മൈനസ് എ സി ഈക്വൽ ടു 0. 2b മൈനസ് എ സി ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് അതിന്ന് എന്ത് എഴുതാൻ പറ്റും? 2b മൈനസ് എ സി ഈക്വൽ ടു 0 ആവുമ്പോൾ എ സി ഈക്വൽ ടു 2b എന്ന് എഴുതാം. എ സി ഈക്വൽ ടു 2b എന്ന് എഴുതാം അല്ലേ? ഇനി നമുക്ക് എന്തെഴുതാം? സി ഈക്വൽ ടു എന്ന് എഴുതിക്കൂടെ? 2b ബൈ എ എന്ന് എഴുതിക്കൂടെ? 2b ബൈ എ എന്ന് എഴുതാം. ഇനി ഒരു ബിയും കൂടി ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2b സ്ക്വയർ ബൈ എ ബി എന്ന് എഴുതിക്കൂടെ? അതായത് മുകളിലും താഴെയും ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു. കാരണം എന്താണ്? എ ബിയുടെ ആണ് വാല്യൂ നമുക്കറിയാം 1 എന്ന് എഴുതി. അപ്പൊ സി ഈക്വൽ ടു എന്തെഴുതി? 2b സ്ക്വയർ. അതാണ് നമുക്ക് ഓപ്ഷനിൽ തന്നിരിക്കുന്നത്, സി ഈക്വൽ ടു 2b സ്ക്വയർ. എന്തുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യണേ? ഇങ്ങനെ ഒരു ആൻസർ ഇല്ല. 2b ബൈ എ സി ഈക്വൽ ടു 2b ബൈ എ എന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഇൻറ്റു ബി മുകളിലും താഴെയും ചെയ്തത്. അപ്പൊ നമുക്ക് 2b സ്ക്വയർ ബൈ എ ബി എന്ന് വന്നു. എ ബി 1 ആണെന്ന് നമുക്കറിയാം. അപ്പൊ 2b സ്ക്വയർ സി ഈക്വൽ ടു 2b സ്ക്വയർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. എ എന്നുള്ളതാണ് ഓപ്ഷൻ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.